ഓണത്തിന് ഒരു സ്പെഷ്യൽ ടൂർ എങ്ങോട്ടാണെന്നറിയോ? കന്യാകുമാരിയിലേക്കാണ് കേട്ടോ. കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ 4 സൈഡിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാൻ കഴിയും കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. 10 രൂപ സാധനങ്ങൾ, 100 രൂപ സാധനങ്ങളും ഒക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നടന്ന് എങ്ങോട്ടാണെന്നറിയോ? നമ്മളെ വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ടിങ്ങിനായിട്ടുള്ള ക്യൂവിലേക്ക് പോയാണ് കേട്ടോ. ഈ നീണ്ട ക്യൂ കണ്ടോ നിങ്ങൾ? അത് ബോട്ടിങ്ങിന് പോകാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് 100 രൂപയും കൂടിയ ടിക്കറ്റ് 300 രൂപയാണ് കേട്ടോ. അരമണിക്കൂറിലെ നീണ്ട ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങളിതേ ബോട്ടിങ്ങിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞ 100 ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നടന്ന് അവസാനം ഞങ്ങളിതേ ബോട്ടിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ, വിവേകാനന്ദ പാറയും തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ബോട്ടിൽ കയറി കേട്ടോ. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ്. ഇതാ ഈ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ നിങ്ങളത്? തിരിച്ചങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം നമ്മളിതേ നേരെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ലൈഫ് ജാക്കറ്റ് ഊരി ഇതേ അവിടേക്ക് ഇടണം കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ അതിട്ടുകൊണ്ട് തിരിച്ച് ബോട്ടിൽ കയറി പോകും കേട്ടോ. പിന്നെ അവിടെ ഒരു 30 രൂപ ടിക്കറ്റ് എടുക്കണം കേട്ടോ. കാര്യം നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ചാർജാണ്. പിന്നെ ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ കഴിയില്ല. ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് വേണം മുകളിലേക്ക് കയറി പോകാനായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി പോവുകയാണ്. പാറയുടെ മുകളിൽ നിന്ന് കടൽ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അങ്ങനെ നമുക്കൊക്കെ വിശ്രമിക്കാനുള്ള ഒരു മണ്ഡപം അവിടെ ഉണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം അവിടെ വന്നിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ അടിയിൽ കടലിങ്ങനെ തിരയടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതേ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ ഒക്കെ നടന്നു. അവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ടു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നേ. അങ്ങനെ വിവേകാനന്ദ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരികെ ബോട്ടിൽ കയറി കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കടലിലേക്കാണ് കേട്ടോ. അപ്പോൾ കടലിൻ്റെ അരികിലുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ് എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഉപ്പിലിട്ട വാങ്ങി പിന്നെ അത് ചോളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ചോളമൊക്കെ വാങ്ങിച്ചു കഴിച്ചു. പിന്നെ അത് കടലിൽ നല്ല തിരയുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരെയൊന്നും അങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞങ്ങളൊന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ കന്യാകുമാരിയിലെ ഓണം വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.